ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് സെൻറ്റൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പറയുന്നതാണ്, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു, എനിക്കവിടെ പോകേണ്ടി വന്നു, എനിക്കത് എടുക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറയാറില്ലേ? ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ എങ്ങനെ നമുക്ക് വളരെ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് പറയാണ്, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. നമ്മളെല്ലാവരും പറയാറുണ്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേണ്ടിയില്ല എന്ന് തോന്നിയിട്ട് പിന്നെ നമ്മൾ പറയാറില്ല എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു, പറയാറുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാം? ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയാൻ നമ്മൾ ഇതെത്രയോ ഓർത്ത് വെച്ചാൽ മതി. ഹാഡ് ടു, എനിക്ക് ചെയ്യേണ്ടി വന്നു. നമ്മൾ പാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ? നമ്മൾ മുമ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത്. ചെയ്യേണ്ടി വന്നു അല്ലേ? മുമ്പ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണല്ലേ? അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാഡ് ടു ആണ് കേട്ടോ. ഹാഡ് ടു ആണ് നമ്മൾ ഇതുപോലെയുള്ള സെൻറ്റൻസ് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ടത്. ഹാഡ് ടു ഇപ്പം തന്നെ മനസ്സിൽ ഉറപ്പിച്ച് വെക്ക്, ഹാഡ് ടു. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് പറയുന്നത്, എന്താണ് ചെയ്ത് കഴിഞ്ഞത്, ആ കാര്യം അതേപടി V1 ഫോമിൽ പറയാം. അപ്പം എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. ചെയ്യുക എന്നുള്ളതിന് നമ്മൾ എന്താണ്? ഡു എന്നാണ് പറയാം അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ഐ ഹാഡ് ടു ഡു ദാറ്റ്. എനിക്കത് ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു ഡു ദാറ്റ്. ഇനി എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുകയാണെങ്കിലോ, ഐ ഹാഡ് ടു ഡു ലൈക്ക് ദാറ്റ്. ഒരു ലൈക്കും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഐ ഹാഡ് ടു ഡു ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പം മനസ്സിലായില്ലേ? ഐ ഹാഡ് ടു, എനിക്ക് ചെയ്യേണ്ടി വന്നു എന്നാണ് അർത്ഥം കേട്ടോ. ഐ ഹാഡ് ടു, എന്താണ് ചെയ്യേണ്ടി വന്നത്, എന്താണ് നമ്മൾ ചെയ്ത കാര്യം, ആ കാര്യത്തെ നമ്മൾ V1 ഫോമിൽ ആഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹാഡ് ടു മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഹാഡ് ടു നമുക്ക് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും പാസ്റ്റ് ടെൻസിലെ കാര്യം പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഐ ഹാഡ് ടു ഡു ദാറ്റ്. എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു ഡു ലൈക്ക് ദാറ്റ്. ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസുകൾ പറയാം. എനിക്കവിടെ പോകേണ്ടി വന്നു. എനിക്കവിടെ പോകേണ്ടി വന്നു. പോകുക എന്നാണ് നമ്മൾ എടുക്കേണ്ടതില്ലേ? പോകുക എന്താണ്? ഗോ എന്നാണല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ഗോ. ഐ ഹാഡ് ടു ഗോ ദർ. ദർ എന്ന് വെച്ചാൽ അവിടെ. ഐ ഹാഡ് ടു ഗോ ദർ. എനിക്കവിടെ പോകേണ്ടി വന്നു. കിട്ടിയില്ലേ? ഐ ഹാഡ് ടു, എനിക്ക് ചെയ്യേണ്ടി വന്നു. എന്താണ്? പോയ കാര്യമാണ് നമ്മൾ പറഞ്ഞതില്ലേ? അപ്പം ഐ ഹാഡ് ടു ഗോ ദർ. എനിക്കവിടെ പോകേണ്ടി വന്നു. എനിക്ക് അവളെ വിളിക്കേണ്ടി വന്നു. അപ്പോൾ അതെങ്ങനെ പറയാം? എനിക്ക് അവളെ വിളിക്കേണ്ടി വന്നു. എന്താണ് ഓർത്ത് വെക്കേണ്ടത്? ഹാഡ് ടു ആണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ടതാണ് വേർബ് എന്താണ്? വിളിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ കോൾ എന്നാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഐ ഹാഡ് ടു കോൾ ഹർ. എനിക്ക് അവളെ വിളിക്കേണ്ടി വന്നു. ഓക്കെ. അപ്പം ചെയ്യേണ്ടി വന്നു, എടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഹാഡ് ടു ആണ് കേട്ടോ. ഓക്കെ. അടുത്ത സെൻറ്റൻസ് പറയാം. എനിക്കങ്ങനെ പറയേണ്ടി വന്നു. എങ്ങനെ പറയാം? ഐ ഹാഡ് ടു സേ ലൈക്ക് ദാറ്റ്. എനിക്കങ്ങനെ പറയേണ്ടി വന്നു. എനിക്കത് പറയേണ്ടി വന്നു എന്നാണെങ്കിലോ ലൈക്ക് ഒഴിവാക്കിയിട്ട് ദാറ്റ് മാത്രം ആഡ് ചെയ്യാം കേട്ടോ. ഐ ഹാഡ് ടു സേ ദാറ്റ്. എനിക്കത് പറയേണ്ടി വന്നു. ഐ ഹാഡ് ടു സേ ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ പറയാം. ഐ ഹാഡ് ടു ഇൻവൈറ്റ് ഹർ. എനിക്ക് അവളെ ക്ഷണിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു കോൾ ഹർ. എനിക്ക് അവളെ വിളിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ ഈ ഐ മാത്രമല്ല കേട്ടോ സബ്ജക്റ്റ്, നമുക്ക് ഹിയോ ഷിയോ ഇറ്റോ ദേയോ ഒക്കെ നമുക്ക് സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഹാഡ് ടുവിന് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഹാഡ് ടുവിൽ മാറ്റമൊന്നും വരുന്നില്ല കേട്ടോ. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഹാഡ് ടു ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ, പാസ്റ്റ് ടെൻസിലെ കാര്യം പറയുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ പറഞ്ഞു നോക്കാം. ഷീ ഹാഡ് ടു ഗോ ദർ. അവൾക്ക് അവിടെ പോകേണ്ടി വന്നു. ഷീ ഹാസ് ടു ഗോ ദർ. അവൾക്ക് അവിടെ പോകേണ്ടി വന്നു. ഹി ഹാഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അവന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. എങ്ങനെ പറഞ്ഞാൽ? ഹി ഹാഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അവന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. നെക്സ്റ്റ്, ഷീ ഹാഡ് ടു ഡിവോഴ്സ് ഹിം. അവൾക്ക് അവനെ ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നു. അവൾക്ക് അവനെ ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നു. ഷീ ഹാഡ് ടു ഡിവോഴ്സ് ഹിം. They had to postpone the party. They had to postpone the party. അവർക്ക് പാർട്ടി പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. പോസ്റ്റ്പോൺ ചെയ്യാന്ന് വെച്ചാൽ മാറ്റി വയ്ക്കുക. They had to postpone the party. അവർക്ക് പാർട്ടി പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും ചെയ്യേണ്ടി വന്നു, പോകേണ്ടി വന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് ഹാഡ് ടു ഉപയോഗിച്ചിട്ട് പറയാം. ഓക്കെ.
അപ്പോൾ എങ്ങനെ ഒന്നും കൂടെ പറഞ്ഞുതരാം. ചെയ്യേണ്ടി വന്നു, പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് എടുക്കുക, സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡ് ടു ഉപയോഗിക്കുക, പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്